വലിയ വിഷകാരിയാന്ന് പോലും. ഈ പാമ്പിനൊക്കെ ഒരു മനുഷ്യത്വം ഇല്ലെന്ന്. ഒറ്റ ഓടത്തിനെ കുത്തുന്നില്ല. ഇങ്ങനെ ആൾക്കാർ വരാതിരുന്ന ഈ വിഷകാരി ചിലപ്പം വിഷമടിച്ച് ചാവേണ്ടി വരും. അതിനു മുമ്പേ ചില കപ്പ പുഴുങ്ങി ഇത് അടിക്കാം. അടിപൊളി കാന്താരി ചമ്മന്തി, നല്ല പുല്ലാടൻ കപ്പി. ഓ സ്വയംഭം കാന്താരി ചമ്മന്തിയാ കേട്ടോ. എന്റെ ഇരിക്കാതാണ് ഡബ്ബിയല്ലേ. അയ്യോ അയ്യോ ആണ്ടാ കുതിരപ്പുറത്ത്. അയ്യോ 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 കടിച്ച് 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 കാല് പൊക്കിട്ട് കടിച്ചോ കടിച്ചോന്നോ. കപ്പയ്ക്ക് എറിഞ്ഞ തറയിട് ഞാൻ. എന്റെ കാലല്ലേന്നാണ് കടിച്ചെന്ന്. നോക്കിക്കേ എന്താ കടിച്ചോ നോക്കിക്കേ. ഓടക്കുഴലിൽ വായിക്കാനാണോ വന്നത്? ഞാൻ ഓടക്കുഴലിൽ വായിച്ചാന്നോ? പിന്നെ ഈ കടിച്ച പാട് കണ്ടുപിടിക്കുമല്ലയോ? പാട് കണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം വരട്ടച്ചൊറിയുടെ പാടല്ലയോ? അതെ, കുഞ്ഞിനാളിൽ എനിക്ക് വരട്ടിച്ചൊറി വന്നതാ, അതിന്റെ പാടാ. നോക്ക് എന്തോ കടിച്ചു നോക്ക്, ഭയങ്കര നീറ്റലെന്ന്. തടിച്ച് ചുരുണ്ട് കിടക്കുന്ന പഴുതാരയാ. അത് പഴുതാരയല്ല, വെരിക്കോസ് വെയിനാ. അതല്ലെന്ന് എടാ, നിന്നെ പഴുതാരയാ കടിച്ചത്. പഴുതാര കടിച്ചെന്ന് എങ്ങനെ മനസ്സിലായി? ലക്ഷണം കണ്ടാ എനിക്ക് മനസ്സിലാവും. അയ്യോ, പഴുതാര കടിച്ചത് ഭയങ്കര വിഷമായിരിക്കുമല്ലോ. ഒന്നുകൊണ്ട് പേടിക്കണ്ടാടാ. എനിക്കോ? അല്ല, എനിക്ക് എന്നെ അല്ലല്ലോ കടിച്ചത്. അയ്യോ, ഇതിനകത്ത് എന്തോലൊന്ന് ചെയ്യാനൊക്കെ ഉണ്ട്. എന്തോലൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ വേണം? ഇത്ര കാശ് ചെലവുണ്ട്. എത്ര രൂപ വേണം? ഒരു 500 രൂപ അങ്ങോട്ട് ഇട. 500 രൂപ തന്നാ പോരെ? ഇങ്ങനെ എനിക്ക് വിഷം ഇറക്കിട്ടേ. എന്നാ 500 രൂപ ഉണ്ട്, പെട്ടെന്ന് വിഷം ഇറക്ക്. 500 രൂപ ഉണ്ട്, പെട്ടെന്ന് വിഷം ഇറക്ക്. ചുണ്ണാമ്പ് എടുത്തിട്ട് ആ ഭാഗത്തോട്ട് തേച്ച് കഴിഞ്ഞാൽ ആ വിഷം അങ്ങ് മാറും. എന്റെ ദൈവമേ, ഒരു നുള്ള ചുണ്ണാമ്പിനാണോ 500 രൂപ എന്റെ വാങ്ങിച്ചത്? 500 രൂപ എന്ന് പറഞ്ഞാൽ പഴുതാരയുടെ വിഷം ഇറങ്ങണ്ടായോ? പഴുതാണ്, ഞാൻ വീട്ടിലെങ്ങാണ് ഇരുന്നാ മതിയായിരുന്നു. എവിടുന്നായി വരുന്നത്? എന്നെ മനസ്സിലായില്ലയോ? ഓ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ സുപ്രസിദ്ധ മിമിക്രി ആർട്ടിസ്റ്റ് സുനിൽ പെരുവണ്ണാപുരം. അയ്യോ, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നടാ. അതെന്താണെന്നറിയാവോ? ഞാൻ ഈ ലാലേട്ടന്റെ ഫിഗർ പിടിച്ച് നിന്നോണ്ടാണ് ചേട്ടന് മനസ്സിലാവാഞ്ഞത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സുനിലാണെന്നോ. അല്ല, ഇത് ലാലേട്ടന്റെ ഫിഗറാന്ന്. മോന്തയ്ക്ക് വരച്ചു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല ചേട്ടാ, സംഭവം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ടേ മേക്കപ്പ് പോലും തുടയ്ക്കാൻ സമയം കിട്ടിയില്ല, അതുപോലെ ഓടുമായിരുന്നു. അതോ അവർ ഓടിക്കുമായിരുന്നു? അങ്ങനല്ലെന്ന്, പരിപാടി വെളുപ്പിനല്ലേ കഴിഞ്ഞത്, വെളുപ്പിനത്തെ ബസ് പിടിക്കണമല്ലോ. അങ്ങനെ വെളുപ്പിനത്തെ ബസ് കയറി വീട്ടിൽ വന്നു ഒരു 8-8 മണിയൊക്കെ ആയപ്പം. എന്നിട്ട് കിടന്നുറങ്ങിയതാ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് 3:45 ആയപ്പോഴാ ഈ കാലയിൽ ഏതാണ്ട് കടിച്ച്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? ഇന്നലെ ഹരിപ്പാടായിരുന്നു പരിപാടി. അവിടെ കിട്ടേണ്ട അടി ഇവിടെ കടിയായിട്ട് കിട്ടി. നല്ല നല്ല കിടക്കൻ പരിപാടിയായിരുന്നു. എന്താ പരിപാടി? എന്റെ പൊന്ന് ചേട്ടാ, ഞാനേ പ്രോഗ്രാമിന്റെ ഒരു പകുതി ആയപ്പം ആട് തോമയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേറി. അയ്യോ, ആടുതാമയ്ക്ക് ശരിക്കും ഏറ് കിട്ടിയതാ. ഏറ് കിട്ടിയതല്ല, ഈ കടിച്ചെടുത്ത് വേദന എടുക്കുന്നു. കടിച്ചെടുത്ത് വേദന എടുക്കുന്നു. അയ്യോ, അല്ലല്ല, ഇത് പഴുതാരയല്ല. പിന്നെ ഇത് തേള് കടിച്ചതായത്. തേള് കടിച്ചാന്ന്? എന്റെ പൊന്നെ ചേട്ടാ, ഇത് പെട്ടെന്ന് ഇറക്ക് നീര് കയറുന്നതിന് മുമ്പ് എനിക്ക് വൈകിട്ട് പരിപാടിക്ക് പോകണം, അല്ലെ ഷൂസ് ഇടാൻ പറ്റത്തില്ലെന്ന്. പെടാന്ന് കയറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവായതിന്. എന്തോ ചെലവാ? ഒരു 1000 രൂപ അടച്ചെടുത്തോ. 1000 രൂപ തന്നാ മതിയല്ലോ. നിനക്ക് വിഷം ഇറങ്ങണ്ടായോ? പിന്നെ വിഷം ഇറങ്ങണം. ഇപ്പൊ എന്റെ പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറക്കൊഴിച്ച പൈസയാണ്. എന്നാ കുറച്ചേരം കിടന്ന് ഉറക്കട്ടെ. പൈസ അല്ലെന്ന്, ഞാൻ ഇന്നലെ ഉറക്കൊഴിച്ച് പരിപാടി കളിച്ച പൈസ ആണെന്നാ പറഞ്ഞത്. മഞ്ഞൾ അങ്ങോട്ട് വെച്ച് തേക്കാതോട്ടോ. എന്റെ പൊന്ന് ദൈവമേ, ഒരുപടി മഞ്ഞളാണോ നിങ്ങൾ എന്റെ 1000 രൂപ വാങ്ങിച്ചത്? നിസ്സാര മഞ്ഞൾ അല്ലത്. പിന്നെ ഇത് കാട്ടുമഞ്ഞളാ. കാട്ടിലൊക്കെ പോയെന്ന് മരുന്ന് പറിക്കുന്നു. ഞാനും ഞങ്ങളുടെ അപ്പൂപ്പനോട് കാട്ടിപ്പോയ ഈ മഞ്ഞൾ പറിക്കുന്നത്. ഞാനിത് ആലോചിക്കുമായിരുന്നു, എന്താ വരാത്തേന്ന്. എന്ത്? അല്ല, ഒരു അപ്പൂപ്പൻ കഥ ഇപ്പൊ വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടിയതേ ഉള്ളൂ. നീ കോമഡിക്കാരനാണോ? കോമഡിക്കാരനല്ലെന്നോ? കോമഡി ചെയ്യുവോ? എന്റെ കിറ്റ് കണ്ടിട്ടുണ്ടോ? ഓണക്കിറ്റും ഉത്സവ കിറ്റും ഒന്നും അല്ല, എന്റെ കോമഡി സ്കിറ്റ് കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടൊന്നും കാണത്തില്ല. ഈ ചെയ്യാൻ പറ്റാത്തമാരായി കുശുമ്പ് പറഞ്ഞിട്ടോന്നേ. ഞാനേ ചാനൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ വന്നിട്ടുണ്ട്, നോക്ക്. നിങ്ങൾ അച്ഛനും സുഖം തന്നെയാണോ? ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര തുമ്മലും അലർജിയാന്ന് തോന്നുന്നു. അലർജിയല്ല, നിങ്ങൾ അച്ഛനെ കമന്റ് മൊത്തം കിട്ടിയേക്കുന്നത്. അത് ഈ കുസുമന്മാരിടുന്നതാ. നമ്മൾ പരിപാടി നടത്തുന്നതിന് ബുദ്ധിമുട്ട് ഉമ്മാർക്ക് അറിയാമോ? എന്റെ പൊന്നു ചേട്ടാ, ചന്ദനപ്പള്ളി പെരുന്നാളിനെ ഞാനൊരു അപ്പൂപ്പനായിട്ട് സ്കിറ്റ് കളിച്ചു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി ഫസ്റ്റ് കൗണ്ടർ അടിക്കവേ അയ്യോ, അപ്പൂപ്പനും കിട്ടിയ കടിച്ചെടുത്ത് വേദന എടുക്കുന്നു. പിന്നെ വേദന എന്റെ ഭയങ്കര പൊളക്കിലെടുക്കുന്നു. ഇത് തേളും പഴുതാരൊന്നും അല്ല. പിന്നെന്തോ ഇത്? പാമ്പാ. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. എന്തോ നോക്കിയിരിക്കും? ഞാൻ പാമ്പ് കടിച്ച ആളെ അടുത്ത് കാണുന്ന ആദ്യമായിട്ടാ. അയ്യോ, എന്റെ എന്തുപോലെ ചെയ്യാൻ പറ്റുമോ? നീ പേടിക്കണ്ട, ഈ വിഷം മേളോട്ടാ കയറുന്നേ. ഞാൻ ഈ തൂവാല വെച്ചിട്ടെ ഇവിടെ അങ്ങ് കെട്ടും. വിഷം അവിടെ നിൽക്കും, പോകത്തില്ല, മേളോട്ട് പോകത്തില്ല, താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ അങ്ങനെ ഉണ്ട്. ഈ വിഷം ഇറങ്ങി കഴിഞ്ഞ് ഈ തൂവാല ഞാൻ ഇനി എടുക്കുമേ. എന്തിന്? എനിക്ക് വൈകിട്ട് ബാലേന്തോന്റെ ഫിഗർ ചെയ്യുമ്പോ നെറ്റിയെ കെട്ടാലോ. ഇന്ന് പരിപാടിക്ക് നീ പോകുന്നത് ഇതും പറ്റുണ്ടോ? അയ്യോ, പരിപാടിക്ക് പോയേ പറ്റത്തുള്ളൂ. പരിപാടിക്ക് പോകല്ലെന്ന്. എന്റെ പൊന്നിയേട്ടാ, നമ്മളൊരു പരിപാടിക്ക് ചെല്ലാമ നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. ഇതുപോലെ അടി കിട്ടാൻ കൊതിയുള്ള ഒരു ചെറുക്കൻ. അങ്ങനെയൊന്നുമില്ല, അടി കിട്ടത്തൊന്നുമില്ല. എന്തെങ്കിലും ചെയ്തതിന്റെ വിഷം ഇറക്കാൻ പറ്റുമോ നോക്കാം. ഇത് നേരത്തോട് നേരമായി, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലയോ? അടിച്ച പാമ്പിനെ വിളിച്ച് പറക്കി വിഷം ഇറക്കണം. അതിന് പൈസ ചെലവ് വല്ലതും ഉണ്ടോ? 2000 രൂപ ചെലവുണ്ടോ? അതുകൊണ്ട് തരാലോ. എന്നാ
കടിച്ച പാമ്പിനെ തിരിച്ചു വിളിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ആ കടിച്ച പാമ്പിനെ വിളിച്ചിറക്കി വിഷം ഇറക്കുന്ന അപ്പൂപ്പന്റെ കൊച്ചുമോനായി ഞാൻ. അപ്പൂപ്പന്റെ കൊച്ചുമോനോ? ആ കൊച്ചുമോന്റെ അപ്പൂപ്പനായി ഞാൻ. ആ ശരി. ആ ഇത് കണ്ട ഇതെന്താണെന്നറിയാവോ? എനിക്കറിയാം, കടമക്കുടിയല്ലേ? അല്ലടാ വൈപ്പിൻ ബീച്ച്. പിന്നെന്തോ ഇത്? ഇത് കടമക്കുടിയല്ല, ഇതാണ് മടുക്കുടുക്ക. മടുക്കുടുക്കേ? അയ്യോ, അതല്ല ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? അത് തിരുനെറ്റി. അതല്ല ഇതിന്റെ പേര് മാകുടി. ആ മാകുടി. നിന്നെ കടിച്ച പാമ്പ് കൂടെ ഞാൻ ഊതുമ്പോ ആണോ? നീ നോക്കിക്കോ. എന്നാ പെട്ടെന്ന് വിളിച്ചു വരുത്ത്. കിടക്കനൂത്ത് അടിപൊളി ഊത്ത്, അടിപൊളി ഊത്ത്. അയ്യോ പാമ്പ്! പേടിക്കണ്ട പേടിക്കണ്ട. എടാ നിന്നെ കടിച്ച പാമ്പാ. ആണോ? രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ, നീ പേടിക്കണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പ് എന്തിനാ ഈ നാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നീട്ടുന്നത്? അത് ശത്രുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയാ നാക്ക് നീട്ടുന്നത്. ആണോ? പക്ഷെ ഞാൻ നാക്ക് നീട്ടിയപ്പോഴാണ് ഞങ്ങളുടെ അപ്പുറത്തെ സുമ എന്റെ ശത്രുവായത്. എങ്ങനെ നാക്ക് നീട്ടി കാണിച്ചേ? വെട്ടി കളയണം. എന്തുവാ? നിന്റെ നാക്ക് വിഷം എടുക്കാൻ പറന്ന്. ഇപ്പോഴെങ്കിലും ഒന്നും വന്നല്ല, ഞാൻ ഊതി ചത്തനായിരുന്നു നീ പാമ്പിച്ച്. അണ്ണ ഇങ്ങനെ വിളിച്ച ഉടനെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ ആടെ ഇരിക്കുവല്ലായിരുന്നോ? ഏത് വണ്ടിക്ക്? വണ്ടിക്കല്ല, എന്റെ മുട്ടയ്ക്ക്. അതൊക്കെ അവിടെ കേട്ടെ. ഇദ്ദേഹത്തെ അറിയുമോ? അയ്യോ ലാലേട്ടൻ. വെടിവെച്ചാ പൊട്ടാത്ത ഈ കരിമ്പാറ നീ ഒന്ന് കുലുക്കി. പകരം നിനക്കെന്ത് വേണം? ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. അയ്യടി, കണ്ണട എടുത്ത ഞാൻ ഫിഗർ ഔട്ട് ആവും. പോടുന്നു. അതെ, നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് മോഹൻലാലിന്റെ ഫിഗർ ഇല്ലെന്ന്. പാമ്പിന് വരെ മനസ്സിലായി. നമ്മൾ ഇത്ര നാളും വിചാരിച്ചത് പാമ്പിന് ചെവിയൊക്കെ തരുന്നത്, ഇപ്പൊ കണ്ണും കാണത്തില്ല. പാമ്പ് ചെയ്തത് ഇത് മോഹൻലാലൊന്നും അല്ലത്. പിന്നെ ഇത് മിമിക്രിക്കാരൻ ചെറുക്കനായി. ചെറുക്കൻ മിമിക്രിക്കാരനായിരുന്നോ? ഫിഗർ ഒന്ന് വിട്ടേ. എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. അല്ല, കഴിഞ്ഞ പോലെ ഏത് സമിതിയിലായിരുന്നു? കൊച്ചിൻ മെട്രോയിലായിരുന്നു. ആ മെട്രോ അല്ലെന്ന്, ഞങ്ങളുടെ മിമിക്രി സുമതി. മിമിക്രി സമിതി കൊച്ചിൻ മെട്രോ. ഞാനുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സീസണില്. എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? നമ്മുടെ സ്നേക്ക് ഡാൻസ് കളിക്കുന്ന സ്നേക്ക് രാജീവനില്ലേ, അവന്റെ 2 പാമ്പിൽ ഒരെണ്ണം ഞാനായിരുന്നു. അത് പറ. ഈ നാക്കിന്റെ തുമ്പ് കിടന്ന് പിടയ്ക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി കേട്ടോ, ഞങ്ങൾ സഹപ്രവർത്തകരാ. പിന്നെ ഇപ്പൊ എന്തോടി നിനക്ക് പരിപാടി? ഇപ്പൊ ഞാനങ്ങ് സീരിയലിലും സിനിമയിലും ഒക്കെയാ. സീരിയൽ അഭിനയിക്കുന്ന ആളാണോ? ഏത് സീരിയലിൽ അഭിനയിച്ചത്? സിന്ദൂരമഴ സീരിയൽ കാണാറുണ്ടോ? സിന്ദൂരമഴ സീരിയൽ കാണുമോന്ന് അത് തുടങ്ങി തീരുന്ന നോക്കിയിരിക്കുമല്ലേ ഞാൻ. ഇഷ്ടമായിട്ടല്ല, അത് തീരുമ്പോഴേ പെണ്ണുമ്പോൾ എനിക്ക് കഞ്ഞി തരത്തുള്ളൂ. അതിലെ നായിക സമൃദ്ധ അവളെ ഭർത്താവിനെ പാമ്പ് കൊത്താൻ നേരത്ത്, അയ്യോ എന്റെ നാഗരാജാവേ, എന്റെ ഭർത്താവിന് കൊത്തരുതേ, എന്നെ വിധവയാക്കരുതേ എന്നൊക്കെ പറഞ്ഞ ഒരു പാമ്പിനെ പൊക്കിക്കൊണ്ട് പോവൂലേ, ആ പാമ്പ് ആരാ? എന്റെ ദൈവമേ, അടിപൊളിയായിരുന്നു ആ സീന് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പാമ്പുമായിട്ട് നല്ല ടൈപ്പുള്ള ആളല്ലേ, ഇങ്ങോട്ട് വാ, അവരുടെ അടുത്ത് തന്നെ കുറ്റിയടിച്ച് നിൽക്കാതെ. പിന്നെ പാമ്പിനോട് പറഞ്ഞേ എനിക്കൊരു അവസരം വല്ലതും വാങ്ങിച്ചു തരാമോ? എനിക്ക് ആദ്യം ഒരു വേഷം കിട്ടട്ടെ, പിന്നെ വിഷം ഇറക്കാം. ശരീരം മൊത്തം നീലിച്ചു വരുമെന്ന്. സാരമില്ല, ഞാനൊരു നീലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ട് ചത്തോളാം. എന്തൊരു കുസുമ്പനാണോ? ഒന്നോട് മാറി. അല്ല മേഡം, മറ്റൊന്ന് വിചാരിക്കരുതേ, എനിക്ക് ഫോൺ നമ്പർ തരാമോ? നമ്പരൊക്കെ തരാം, പക്ഷെ ഒരു കാര്യം, ആവശ്യമില്ലാതെ ഈ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഹാപ്പി വിഷു ഒന്നും എനിക്ക് അയച്ചേക്കരുത്. എന്തോ അങ്ങനൊക്കെ പറയാം. ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഞാൻ അങ്ങനെയുള്ള ആളല്ലേ, എന്തെങ്കിലും അവസരം വരുമെന്ന് പറഞ്ഞാൽ മതി. എന്നാ 95 62 77 16 33. പേരെന്തായിരുന്നു? അതിഥി. നല്ല കിടുക്കം പേര്. എന്റെ ഭാര്യ വിളിക്കുന്നു. ഭയങ്കര ഫാനാ കേട്ടോ, ഇത് പറയട്ടെ. ഹലോ ഹലോ. എടീ, നീ എന്നും കാണുന്ന സീരിയലല്ലേ, നിനക്ക് ഇഷ്ടമുള്ള ഒരു പാമ്പുള്ള സീരിയല്, ആ പാമ്പ് ദേ ഇവിടെ നിൽപ്പുണ്ട് എന്റെ അടുത്ത്. പാമ്പ് നിൽക്കുന്നോ? ആ, നിങ്ങൾ ഇത് അടപ്പോയി കിടക്കോ മനുഷ്യ? ഞാൻ വിഷകാരിയുടെ അടുത്ത് വന്നല്ലേ. നിങ്ങൾ എന്തോന്നിന് വിഷകാരിയെ കാണാൻ പോയത്? അയ്യടി, നീ പേടിക്കണ്ടെന്ന് വിചാരിച്ചു എന്നോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പരിപാടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയില്ലേ, എടി ഉച്ചയ്ക്ക് ഒരു 3 മണി ആയപ്പോഴേ എന്റെ കാലെ പാമ്പ് കടിച്ചടി. വിഷം പറക്കാനായിട്ട് വിഷകാരിയുടെ അടുത്ത് വന്നിരിക്കുവോ ഞാൻ. അയ്യടാ, അത് പാമ്പ് കടിച്ചൊന്നും അല്ല. പിന്നെ ഉച്ചവരെ കിടന്ന് ഉറങ്ങിയപ്പോഴേ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പപ്പടം കുത്തിക്കിട്ട് കുത്തിയതാ. എന്നാന്ന്? പപ്പടം കുത്തിക്കിട്ട് കുത്തിയതാന്ന്. പപ്പടം കുത്തിയാണോ? ആ, പാമ്പ് കടിച്ചല്ലേ? പാമ്പൊന്നും കടിച്ചല്ല. വേണ്ടേ, മര്യാദക്ക് ഇന്നലത്തെ പരിപാടിയുടെ കാശും കൊണ്ട് ഇനി പെരക്കാത്ത വന്ന് കയറിക്കോ.
പപ്പടം കുത്തിക്ക് എവിടാടാ വിഷം? ഇപ്പോഴത്തെ പപ്പടത്തിന് നല്ല വിഷമുണ്ടല്ലോ. വിടാ, മര്യാദയ്ക്ക് എന്റെ പൈസ 500 രൂപയുടെ ചുണ്ണാമ്പ്, 1000 രൂപയുടെ മഞ്ഞളും പച്ചക്കറികളാണ് തോന്നണത് നീ. മര്യാദയ്ക്ക് എന്റെ പൈസ എനിക്ക് വീട്ടിൽ പോയി കാണാനുള്ള. എന്താ വിഷയം? എന്താ വിഷയം? എന്താ ഞങ്ങൾ മനുഷ്യന്മാർ സംസാരിക്കുമ്പോൾ പാമ്പടപെടണ്ട, മാറിയിരിക്കും അങ്ങോട്ട്. ആര് പറഞ്ഞു? അവളോട് ഉൾപ്പെട്ട കാര്യമല്ലേ ഇത്? അവൾ അറിയണം. എടി പാമ്പച്ചി, നീ എന്നെ കടിച്ചു, നിന്നെ തിരിച്ചു വിളിച്ച് വിഷമിറക്കാവെന്ന് പറഞ്ഞ് 2500 രൂപ പോയിട്ട് 3500 രൂപ ഇവൻ എന്റെ വാങ്ങിച്ചത്. ആര് കടിച്ച്? നീ കടിച്ചെന്നാ പറഞ്ഞത്. ഞാൻ കടിച്ചോ? താണ്ടേ തോന്നിവാസം പറഞ്ഞുണ്ടാക്കരുത്. കാര്യം ഞാൻ ഒത്തിരി പണ്ട് ആൾക്കാരെത്തി കടിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യായിരുന്നു എന്ന് കരുതി ഞാൻ ഇപ്പൊ അന്തസ്സായിട്ട് നല്ല സീരിയലിൽ അഭിനയിച്ച സെലിബ്രിറ്റിയാ. സമാനപ്പെട്ട എന്റെ സാമാനം പൈസ വീട്ടിൽ പോകണോ? നിനക്ക് സീരിയൽ അഭിനയിക്കണോ? എനിക്ക് സീരിയൽ അഭിനയിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്. ഉണ്ടോ? എന്നാ ഈ കൊച്ചോണ്ട് പറഞ്ഞ ഞാൻ വേഷം ഒപ്പിച്ച് തരാം. ആണോ? അന്നാ ഒപ്പിച്ച എന്താ പൈസ വേണ്ട. ഇനി പാമ്പച്ചി, നീ അഭിനയിക്കുന്ന സീരിയലിനകത്ത് ഇവനൊരു വേഷം ഒപ്പിച്ച് കൊടുക്കാമോ? എനിക്ക് എന്തൊരു പ്രയോജനം? നിനക്ക് മുട്ടയും പാലും വാങ്ങിച്ചു തരാം, പോരായോ? എന്നാ ഒരു വേഷം കൊടുക്കാം. അതിനൊക്കെ അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കുമെന്നാണ് ഞാൻ റീലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. വല്ലോനും ചെയ്തേക്കുന്നതിന് വാ അനക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ ചെല്ലുമ്പോൾ വിട്ട് പറയൂ. അത് ചെയ്യാൻ പറ്റുമോ നിനക്ക്? ഞാൻ നല്ല കിടക്കനായിട്ട് എന്നാ ഷൂട്ടിന് വരേണ്ടത്? ഷൂട്ട് എന്ന് പറയുമ്പോ അടുത്ത മാസം 28 ഷെഡ്യൂൾ തുടങ്ങും. 28 ഞാൻ വരാമല്ലോ. എങ്ങനെ പോ? നിനക്ക് എന്തൊക്കെ പരിപാടി കൊണ്ടുവന്നില്ലേ പറഞ്ഞത്? എന്റെ വട്ടി പോകും പരിപാടിക്ക്. ഞാൻ സീരിയൽ പറഞ്ഞാടോ പോയി പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ വരാമെന്ന്. അതൊക്കെ പോട്ടെ, എന്താണ് എന്റെ വേഷം? എന്താണ് വേഷം? എന്താന്ന് വെച്ചാല് ഞാൻ ഒരാളെ കടിക്കുന്ന ഒരു സീനുണ്ട്. ആ കടി കൊള്ളുന്ന ആളായിട്ട് അഭിനയിക്കണം. എന്തുവായിരുന്നു? ഞാൻ ഒരാളെ കടിക്കുന്ന ഒരു സീനുണ്ട്. ആ കടി കൊള്ളുന്ന ആളായിട്ട് അഭിനയിക്കണോന്ന്. എനിക്ക് ഈ വേഷം ഒന്നും ചെയ്യാനെ കൊണ്ട്. നിനക്കല്ലേ അഭിനയിക്കാൻ ഭയങ്കര കൊതിന്ന് പറഞ്ഞത്? എടോ മനുഷ്യ, അവൾ എന്നെ കടിച്ചാ എനിക്ക് വിഷം കയറത്തില്ലയോ? അവള് കടിച്ച അവള് തന്നെ കടിച്ചങ്ങ് എടുക്കും വിഷം. അഥവാ തിരിച്ചെടുക്കാൻ പറ്റാതെ ഞാൻ ചത്താൽ എന്തോ ചെയ്യും? നീ അല്ലേ പറഞ്ഞ എനിക്ക് അഭിനയിച്ചിട്ട് അങ്ങ് ചത്താ മതി. അപ്പൊ നിന്റെ ആഗ്രഹം നടന്നെന്ന് കരുതിയാ മതി. അഹങ്കാരി. അഹങ്കാരിയല്ല, വിഷകാരി.